ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രീ PSC വേഡിലേക്ക് സ്വാഗതം. നാളെ അപ്പോൾ വിമൺ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ എക്സാം നടക്കുവാണല്ലേ. ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയട്ടെ. നമ്മൾ ഇന്നലെ അപ്ലോഡ് ചെയ്ത വീഡിയോ കറണ്ട് അഫയേഴ്സിൻ്റെ നാളെ എക്സ്പെക്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എന്നും പറഞ്ഞിട്ട് ഞാൻ ചെയ്തായിരുന്നു. പക്ഷേ അത് എനിക്ക് ഒറ്റ വീഡിയോ ആയിരുന്നു അത്. പക്ഷേ എഡിറ്റ് ചെയ്തപ്പോൾ അത് കണ്ടിന്യൂഷൻ ഇല്ലാണ്ടായിപ്പോയി കേട്ടോ. അതുകൊണ്ടാണ് രണ്ട് രീതിയിലത് എഡിറ്റ് ചെയ്തിട്ടേക്കുന്നത്. ഓക്കെ, നമ്മൾ സാധാരണ രീതിയിൽ ക്ലാസ് എടുക്കുന്ന ഒരാളാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇനി ഭാവിയിൽ അത് നമുക്ക് ശ്രദ്ധിക്കാം. ഓക്കെ, ഭാവിയിൽ ഇനി ആധുനിക സജ്ജീകരണങ്ങളോടുകൂടി ക്ലാസ് എടുക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. ദൈവം സഹായിച്ചാൽ നമുക്ക് ക്ലാസ്സുകൾ ഒന്നുകൂടെ വിപുലീകരിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നമ്മൾ അതിനുള്ള ഒരു ശ്രമത്തിലാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ അങ്ങനെ പറ്റിപ്പോയി. അപ്പോൾ ഒന്നാമത്തെ പാട്ട് കണ്ടു കഴിഞ്ഞ് രണ്ടാമത്തെ പാട്ട് എല്ലാവരും കാണാവുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് അതിന് വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമ്മൾ നാളത്തെ പരീക്ഷയ്ക്കുള്ള എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ക്ലാസ്സിലേക്ക് പോയാലോ? ഓക്കെ, തുടങ്ങിയാലോ? അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നാളെ എക്സാമുള്ള എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാ? കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയെന്നോ ഏറ്റവും വലിയ നദിയെന്നോ ഒക്കെ ചോദിച്ചാൽ നിങ്ങൾ ഏത് പറയും? പെരിയാർ പറയും അല്ലേ. പെരിയാറാണ്, എല്ലാവർക്കും അറിയാം, പെരിയാറാണ്. 244 കിലോമീറ്റർ നീളമുള്ള പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. എത്ര നദികളാണ് നമ്മുടെ കേരളത്തിലുള്ളത്? 44 നദികളാണ്. അതിൽ 41 എണ്ണം പടിഞ്ഞാറോട്ടും 3 എണ്ണം കിഴക്കോട്ടും ഒഴുകുന്നത്. അതൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ പെരിയാറിൻ്റെ ഉത്ഭവസ്ഥാനം, പെരിയാർ ഉത്ഭവിക്കുന്ന എവിടെ നിന്നാണ്? ശിവഗിരിക്കുന്ന് അല്ലേ. തമിഴ്നാട്ടിലെ സുന്ദരമലയുടെ ഭാഗമായ ശിവഗിരിക്കുന്നിൽ നിന്നാണ് പെരിയാർ ഉത്ഭവിക്കുന്നത്. അതുപോലെ തന്നെ കേരളത്തിലെ ജീവരേഖ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നദിയാണ് അല്ലേ പെരിയാർ. കേരളത്തിലെ ജീവരേഖ എന്നറിയപ്പെടുന്നത് പെരിയാറാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അണക്കെട്ട്, ജലവൈദ്യുത പദ്ധതികൾ ഒക്കെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന നദിയും പെരിയാറാണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ അണക്കെട്ടാണെങ്കിലും ജലവൈദ്യുത പദ്ധതികളാണെങ്കിലും പെരിയാറിലാണ്. ശങ്കരാചാര്യർ പെരിയാറിനെ എന്തെന്നാ പറഞ്ഞേക്കുന്നേ? ഒരു പ്രത്യേക പേരിൽ പറയുന്നുണ്ടല്ലോ, പൂർണ്ണ അല്ലേ. പൂർണ്ണ എന്നാണ് പരാമർശിച്ചിരിക്കുന്നത്. ശങ്കരാചാര്യർ പൂർണ്ണ എന്ന് പരാമർശിക്കപ്പെടുന്ന നദിയാണ് പെരിയാർ എന്ന് പറയുന്നത്. അർത്ഥശാസ്ത്രത്തിൽ പരാമർശിക്കപ്പെടുന്ന പെരിയാറിന്റെ പേരെന്താ? അർത്ഥശാസ്ത്രത്തിൽ എന്ത് പേരിലാണ് പെരിയാർ അറിയപ്പെടുന്നത്? ചൂർണി അല്ലേ. ചൂർണി എന്നാണ് അർത്ഥശാസ്ത്രത്തിൽ പെരിയാറിനെ പരാമർശിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണ് പെരിയാറിനോട് ആദ്യം ചേർന്ന പോഷക നദി ഏതാ? പെരിയാറിന് ഒത്തിരി പോഷക നദികളുണ്ടല്ലേ ഈ പെരിയാറിന്. അപ്പോൾ പെരിയാറിനോട് ആദ്യം ചേരുന്ന പോഷക നദി മുല്ലയാറാണ്. മുല്ലയാർ. അങ്ങനെയാണെങ്കിൽ പെരിയാർ നദി മംഗലംപുഴ, മാർത്താണ്ഡൻപുഴ എന്നിങ്ങനെ രണ്ടായി പിരിയുന്നത് എവിടെ വെച്ചിട്ടാ? മംഗലംപുഴ എന്നും മാർത്താണ്ഡൻപുഴ എന്നും രണ്ടായി പിരിയുന്നുണ്ട്. അത് എവിടെ വെച്ചിട്ടാണ്? ആലുവയിൽ വെച്ചിട്ടാണ് അല്ലേ. ആലുവയിൽ വെച്ചിട്ടാണ്. പെരിയാറിന്റെ തീരത്തുള്ള ക്രിസ്തീയ തീർത്ഥാടന കേന്ദ്രമാണ് മലയാറ്റൂർ. കേട്ടിട്ടുണ്ടല്ലോ. പെരിയാറിന്റെ തീരത്തുള്ള ക്രിസ്തീയ തീർത്ഥാടന കേന്ദ്രമാണ് മലയാറ്റൂർ എന്ന് പറയുന്നത്. പെരിയാറിൽ സ്ഥിതി ചെയ്യുന്ന ജലവൈദ്യുത പദ്ധതികളാണ് പള്ളിവാസൽ, ചെങ്കുളം, പന്നിയാർ, നേര്യമംഗലം. ഏതൊക്കെയാണ്? പള്ളിവാസൽ, ചെങ്കുളം, പന്നിയാർ, നേര്യമംഗലം. ഓർത്ത് വെച്ചേക്കണേ. അപ്പോൾ പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി, ഏറ്റവും വലിയ നദി എന്നൊക്കെ അറിയപ്പെടുന്നത്. 244 കിലോമീറ്റർ ആണ്. ശിവഗിരി കുന്നിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ഓക്കേടാ, സെറ്റല്ലേ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഓക്കെ ആണോ? നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഇരവികുളം ദേശീയ പാർക്കിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏതാണ്? ഇരവികുളം ദേശീയ പാർക്കിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏതാണ്? കിട്ടിയോ? നീലഗിരി ഥാർ എന്നറിയപ്പെടുന്ന വരയാടാണ് അല്ലേ. വരയാട്. അതിന്റെ ശാസ്ത്രീയ നാമമൊക്കെ നിങ്ങൾക്ക് അറിയാം. വരയാടിന്റെ ശാസ്ത്രീയ നാമം എന്താണ്? നീലഗിരി ട്രാഗസ് ഹൈലോക്രിയസ്. നീലഗിരി ട്രാഗസ് ഹൈലോക്രിയസ് എന്നാണ്. അതുപോലെ തന്നെ തമിഴ്നാടിന്റെ സംസ്ഥാന മൃഗം കൂടിയാണ് ഈ വരയാടെന്ന് പറയുന്നത് അല്ലേ. തമിഴ്നാടിന്റെ സംസ്ഥാന മൃഗമാണിത്. ഇനി നമ്മൾ പറഞ്ഞു ഇരവികുളം ദേശീയോദ്യാനം. എന്താണ് പ്രത്യേകത? ഇരവികുളം ദേശീയോദ്യാനം കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനമാണ് അല്ലെ. ഏറ്റവും വലുതും ആദ്യം വന്ന ദേശീയോദ്യാനവും ഇരവികുളം ദേശീയോദ്യാനമാണ്. ഏത് താലൂക്കിൽ അത് സ്ഥിതി ചെയ്യുന്നതെന്ന് അറിയാമോ? ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കിയിലാണെന്ന് അറിയാമല്ലോ. ഏത് താലൂക്കാണെന്ന് ചിലപ്പോൾ ചോദ്യം വരും. അത് ദേവികുളം താലൂക്കിലാണെന്ന് ഓർക്കുക. ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണ്? ദേവികുളം താലൂക്കാണ്. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ഒരേ ഒരു ബയോളജിക്കൽ പാർക്ക് ഉണ്ട്. അതേതാടാ? കേരളത്തിലെ ഒരേ ഒരു ബയോളജിക്കൽ പാർക്ക് ഉള്ളത് അത് അഗസ്ത്യവനമാണ് കേട്ടോ. അഗസ്ത്യവനം ബയോളജിക്കൽ പാർക്കാണ്. അപ്പോൾ ഇരവികുളം ദേശീയ പാർക്കിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏതാണെന്ന് ചോദിച്ചാൽ പറയണം വരയാട്. ശാസ്ത്രീയ നാമം നീലഗിരി ട്രാഗസ് ഹൈലോക്രിയസ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ. മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന്. ഇങ്ങനെ പറഞ്ഞത് ആരാ? ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യന് വേണ്ട 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 എന്ന് പറഞ്ഞ നവോത്ഥാന നായകനാണ് നമ്മുടെ
സഹോദരൻ അയ്യപ്പൻ അല്ലേ, സഹോദരൻ അയ്യപ്പൻ. അങ്ങനെ കുറേ കോട്ടുകളുണ്ട്. ഇപ്പോൾ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, ഇങ്ങനെയുള്ള വചനമുള്ളത് പറഞ്ഞത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ് അല്ലേ. അങ്ങനെ പറഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിന്റെ പുസ്തകം ഏത് പുസ്തകത്തിലാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്? ജാതി മീമാംസ എന്ന പുസ്തകത്തിലാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന വചനം ശ്രീനാരായണ ഗുരുവിൻ്റെയാണെന്ന് അറിയാം. ഇത് ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന ശ്രീനാരായണ ഗുരുവിന്റെ പുസ്തകം ഏതാണെന്ന് ചോദിച്ചാൽ ജാതി മീമാംസയാണ്. അങ്ങനെയാണെങ്കിൽ ജാതി ഒന്ന്, മതം ഒന്ന്, ദൈവം ഒന്ന്, ലോകം ഒന്ന് എന്ന് പ്രസ്താവിച്ചതാരാ? ജാതി ഒന്ന്, മതം ഒന്ന്, ദൈവം ഒന്ന്, ലോകം എന്ന് പ്രസ്താവിച്ചത് അത് വൈകുണ്ഠ സ്വാമികളാണ് കേട്ടോ. വൈകുണ്ഠ സ്വാമികളാണ്. ഇതൊക്കെ ചോദിക്കുന്നതാണേ. இந்த ഉലകത്തിൽ ഒരേ ഒരു ജാതി താൻ, ഒരേ ഒരു മതം താൻ, ഒരേ ഒരു കടവുൾ താൻ എന്ന് പറഞ്ഞത് ആരാ? തൈക്കാടയ്യാണ് അല്ലെ, തൈക്കാടയ്യാണ്. പിന്നീട് ഈ മുദ്രാവാക്യം പിൽക്കാലത്ത് പ്രശസ്തമാക്കിയത് ആരാണ്? ഈ ഒരു മുദ്രാവാക്യം നമ്മൾ പറഞ്ഞു തൈക്കാടയ്യയുടെന്ന് പറഞ്ഞു അല്ലേ. ഈ തൈക്കാടയ്യയുടെ ഈ മുദ്രാവാക്യം പിന്നീട് പ്രശസ്തമാക്കിയത് നമ്മുടെ ശ്രീനാരായണ ഗുരുവാണെന്നും കൂടെ ഓർത്ത് വെച്ചേക്കുക. ആരാണ്? ശ്രീനാരായണ ഗുരു. ഇനി സഹോദരൻ അയ്യപ്പന്റെ കുറച്ച് പോയിന്റ്സ് നോക്കാം നമുക്ക്. കേരളത്തിലെ ആധുനിക പ്രസംഗ കലയുടെ പിതാവാണ് അല്ലേ. കേരളത്തിൽ ആധുനിക പ്രസംഗ കലയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് സഹോദരൻ അയ്യപ്പനാണ്. മിശ്ര ഭോജനം ആരംഭിച്ചിട്ടുണ്ടല്ലേ അദ്ദേഹം. മിശ്രഭോജന പ്രസ്ഥാനം ആരംഭിച്ചില്ലേ? ഏത് വർഷമാണ് സഹോദരൻ അയ്യപ്പൻ മിശ്രഭോജന പ്രസ്ഥാനം തുടങ്ങുന്നത്? കിട്ടുന്നുണ്ടോ വർഷം? ഏതാണ്? 1917 അല്ലേ. അദ്ദേഹം ഒരു സംഘടനയ്ക്ക് രൂപം നൽകിയിട്ടുണ്ട്. ഏതാണ് ആ സംഘടന? വിദ്യാപോഷിണി എന്ന സംഘടനയ്ക്ക് രൂപം നൽകി അല്ലേ. സഹോദര സംഘം സ്ഥാപിച്ചു. സഹോദര സംഘം സ്ഥാപിച്ചത് സഹോദരൻ അയ്യപ്പനാണ്. ഏത് വർഷമാണ്? 1917 അന്ന് തന്നെയാണ് മിശ്രഭോജന പ്രസ്ഥാനം ആരംഭിക്കുന്നത്. ഓക്കെ. ഇനി ആലുവയ്ക്കടുത്ത് ശ്രീനാരായണ സേവിക സമാജം ആരംഭിച്ചു. 1964 ആലുവയ്ക്കടുത്ത് ശ്രീനാരായണ സേവിക സമാജം ആരംഭിച്ചതും ഇദ്ദേഹമാണ്. കൊച്ചി, തിരുക്കൊച്ചി മന്ത്രിസഭകളിൽ അംഗമായിരുന്നു കേട്ടോ. സഹോദരൻ അയ്യപ്പൻ കൊച്ചി, തിരുക്കൊച്ചി മന്ത്രിസഭകളിൽ അംഗമായിരുന്നു. അപ്പൊ ഈ നവോത്ഥാന നായകന്മാരൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ അവർ പറഞ്ഞ ആ വേർഡ്സ് അതാണ് ഇപ്പൊ ചോദ്യമായിട്ട് വന്നത് അല്ലേ. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യൻ, ഇങ്ങനെ പറഞ്ഞത് ആരായിരുന്നു? സഹോദരൻ അയ്യപ്പനാണ്. എന്നാൽ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരുവാണ്. ഏത് പുസ്തകത്തിലാണ്? ജാതി മീമാംസ എന്ന പുസ്തകത്തിലാണ്. ഓക്കെ. ജാതി ഒന്ന്, മതം ഒന്ന്, ദൈവം ഒന്ന്, ലോകം ഒന്ന്, അങ്ങനെ പറഞ്ഞത് വൈകുണ്ഠ സ്വാമികളാണ്. പിന്നെ എന്താണ്? இந்த ഉലകത്തിൽ ഒരേ ഒരു ജാതി താൻ, ഒരേ ഒരു മതം താൻ, ഒരേ ഒരു കടവുൾ താൻ എന്ന് പറഞ്ഞത് ആരാ? അത് തൈക്കാടയ്യാണ്. ഇത്ര ഓക്കെ അല്ലേ? ഓക്കെ ആണോ? നമുക്ക് അടുത്തതിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ പത്രം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ പത്രം കിട്ടിയോ? ആൻസർ കിട്ടിയോ? ഏതാണത്? രാജ്യ സമാചാരമാണ് അല്ലേ. കേരളത്തിലെ ആദ്യത്തെ പത്രം രാജ്യ സമാചാരമാണ്. ഇതിന്റെ വർഷം ചോദിക്കാറുണ്ട്. കേരളത്തിലെ ആദ്യത്തെ പത്രമായ രാജ്യ സമാചാരം പുറത്തിറങ്ങിയ വർഷം 1847 രാജ്യസമാചാരം ആരംഭിച്ച വ്യക്തി ആരാണ്? ഹെർമൻ ഗുണ്ടർട്ടാണ്. 1847 ഹെർമൻ ഗുണ്ടർട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. എവിടെ നിന്നാണ് ഇത് പുറത്തിറങ്ങുന്നത്? നമ്മുടെ ബാസൽ മിഷന്റെ മേൽനോട്ടത്തിൽ തലശ്ശേരിയിലെ ഇല്ലിക്കുന്ന് ബംഗ്ലാവിൽ നിന്നുമാണ് സമാചാരം പുറത്തിറങ്ങിയത് അല്ലെ. ബാസൽ മിഷന്റെ മേൽനോട്ടത്തിൽ തലശ്ശേരിയിലെ ഇല്ലിക്കുന്നിൽ നിന്നുമാണെന്ന് ഓർക്കുക. ഓക്കെ. അങ്ങനെയാണെങ്കിൽ മലയാളത്തിലെ രണ്ടാമത്തെ വർത്തമാന പത്രം എന്നറിയപ്പെടുന്നത് ഏതാണ്? മലയാളത്തിലെ രണ്ടാമത്തെ വർത്തമാന പത്രമാണ് പശ്ചിമോദയം. അതും വർഷം സെയിം തന്നെയാണ്. രാജ്യസമാചാരത്തിന്റെ അതേ വർഷം തന്നെയാണ്. 1847 ഓക്കെ. മലയാളത്തിലെ രണ്ടാമത്തെ വർത്തമാന പത്രം പശ്ചിമോദയം. ഓക്കെ. ഈ പശ്ചിമോദയത്തിന്റെ എഡിറ്ററായിട്ട് പ്രവർത്തിച്ച വ്യക്തി ആരാ? പറയാമോ? പശ്ചിമോദയത്തിന്റെ എഡിറ്റർ ആരായിരുന്നു? അത് എഫ് മുള്ളർ ആണ് കേട്ടോ. എഫ് മുള്ളർ ആണ്. അച്ചുകൂടത്തിൽ അച്ചടിക്കപ്പെട്ട ആദ്യ മലയാള പത്രം ഏതാടാ? അച്ചുകൂടത്തിൽ അച്ചടിക്കപ്പെട്ട ആദ്യ മലയാള പത്രം ഏതാണ്? ജ്ഞാന നിക്ഷേപമാണ് അല്ലേ. ജ്ഞാനനിക്ഷേപം ഇറങ്ങിയ വർഷം 1848 കേട്ടോ. 48 ഓക്കെ. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ നിന്നും പ്രസിദ്ധീകരിക്കപ്പെട്ട ആദ്യ ഇംഗ്ലീഷ് പത്രമാണ് വെസ്റ്റേൺ സ്റ്റാർ എന്ന് പറയുന്നത്. കേരളത്തിൽ നിന്നും പ്രസിദ്ധീകരിക്കപ്പെട്ട ആദ്യ ഇംഗ്ലീഷ് പത്രമാണ് വെസ്റ്റേൺ സ്റ്റാർ. ഓക്കെ. കേരളത്തിലെ ആദ്യ കോളേജ് മാഗസീൻ എന്നറിയപ്പെടുന്നത് ഏതാ? കേരളത്തിലെ ആദ്യത്തെ കോളേജ് മാഗസീനാണ് വിദ്യാസംഗ്രഹം. ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ കോളേജ് മാഗസീൻ വിദ്യാസംഗ്രഹമാണ്. ഓക്കെ. നിരോധിക്കപ്പെട്ട ആദ്യ മലയാള പത്രം ഏതാണ്? നിരോധിക്കപ്പെട്ട ആദ്യ മലയാള പത്രമാണ് സന്ദിഷ്ടവാദി. WH മുറാണ് സ്ഥാപിച്ചത് 1867. ആ സന്ദിഷ്ടവാദിയാണ് നിരോധിക്കപ്പെട്ട ആദ്യത്തെ മലയാള പത്രം. ഓക്കെ. കിട്ടിയ ഇത്രയും പോയിന്റ്സ്. അപ്പോൾ ആദ്യത്തെ പത്രം ചോദിക്കുകയാണെങ്കിൽ, കേരളത്തിലെ ആദ്യത്തെ പത്രം ചോദിക്കുകയാണെങ്കിൽ രാജ്യസമാചാരം 1847 വർഷം. ആരംഭിച്ചത് ഹെർമൻ ഗുണ്ടർട്ടാണ്. എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ തലശ്ശേരിയിൽ ഇല്ലിക്കുന്ന് ബംഗ്ലാവിൽ നിന്നാണ്. ഇനി
രണ്ടാമത്തെ വർത്തമാന പത്രം ചോദിച്ചാൽ അത് പശ്ചിമോദയമാണ്, രാജ്യസമാചാരത്തിന്റെ അതേ വർഷം തന്നെയാണ് അല്ലേ. ഇനി അച്ചുകൂടത്തിൽ അച്ചടിക്കപ്പെട്ട ആദ്യ മലയാള പത്രമാണ് ജ്ഞാന നിക്ഷേപം. ഇത്ര ഒന്ന് ഓർത്ത് വെച്ചേക്കണേ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഹിരാക്കുഡ് നദീതട പദ്ധതി ഏത് നദിയിലാണടാ? ഹിരാക്കുഡ് നദീതട പദ്ധതി ഏത് നദിയിലാണ്? കിട്ടിയോ? ഒഡീഷയിലാണ് അല്ലേ. ഒഡീഷയിൽ മഹാനദിയിലാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. മഹാനദിയിലാണ് എന്തുള്ളത്? ഹിരാക്കുഡ് എന്ന് പറയുന്ന നദീതട പദ്ധതി ഉള്ളത്. എന്താണ് ഹിരാക്കുഡിന്റെ പ്രത്യേകത? ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടല്ലേ. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടാണ് ഒഡീഷയിലെ മഹാനദിയിൽ സ്ഥിതി ചെയ്യുന്ന ഹിരാക്കുഡ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഉയരം കൂടിയ അണക്കെട്ട് ഏതാണ്? ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഹിരാക്കുഡ് ആണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് ഏതാണ്? അത് ഭഗീരഥി നദിയിലുള്ള തെഹിരി അണക്കെട്ടാണ് അല്ലേ. തെഹിരി അണക്കെട്ടാണ്, ഭഗീരഥി നദിയിലെ തെഹിരി അണക്കെട്ടാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട്. അത് ഏത് സ്റ്റേറ്റിലാണെന്ന് ചോദിച്ചാൽ ഉത്തരാഖണ്ഡിലാണ്. ഓക്കെ, ഉത്തരാഖണ്ഡിലാണ്. ഇന്ത്യയിൽ ഉയരം കൂടിയ രണ്ടാമത്തെ അണക്കെട്ട് ഏതാ? ഉയരം കൂടിയത് തെഹിരിയാണെന്ന് പറഞ്ഞു. രണ്ടാമത്തെ സ്ഥാനം ഭക്രാനങ്കലിനാണ് കേട്ടോ. ഭക്രാനങ്കലിനാണ്. ഭക്രാനങ്കൽ ഏത് നദിയിലാടാ? സത്ലജ് നദിയിലാണ്. ഭക്രാനങ്കൽ സ്ഥിതി ചെയ്യുന്നത് സത്ലജ് നദിയിലാണ്. ഓക്കെ, കിട്ടുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ഭക്രാനങ്കൽ അണക്കെട്ടിന്റെ പ്രയോജനം ലഭിക്കുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണ് അറിയാമോ? ഭക്രാനങ്കൽ അണക്കെട്ടിന്റെ പ്രയോജനം ലഭിക്കുന്ന പ്രദേശങ്ങളാണ് ഹിമാചൽ പ്രദേശ്, രാജസ്ഥാൻ, ഹരിയാന, പഞ്ചാബ്, ഡൽഹി. കിട്ടിയോ? ഹിമാചൽ പ്രദേശ്, പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ, ഡൽഹി. ഇത്രയും പ്രദേശങ്ങൾക്കാണ് ഭക്രാനങ്കൽ അണക്കെട്ടിന്റെ പ്രയോജനം ലഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ കനാൽ പദ്ധതി എന്നറിയപ്പെടുന്നത് ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ കനാൽ പദ്ധതി ഇന്ദിരാഗാന്ധി കനാലാണ്. ഓക്കെ, ഇന്ദിരാഗാന്ധി കനാലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കനാൽ പദ്ധതി എന്നറിയപ്പെടുന്നത്. ഇതിന്റെ പഴയ പേരെന്തായിരുന്നു? ഓർമ്മയുണ്ടോ? ഇന്ദിരാഗാന്ധി കനാലിന്റെ പഴയ പേര് രാജസ്ഥാൻ കനാൽ എന്നാണ് കേട്ടോ. രാജസ്ഥാൻ കനാൽ. ഈ ഇന്ദിരാഗാന്ധി കനാലിലേക്ക് വെള്ളം കൊണ്ടുവരുന്ന നദി ഏതാടാ? അത് ഏതാണ്? ഇന്ദിരാഗാന്ധി കനാലിലേക്ക് വെള്ളം കൊണ്ടുവരുന്ന നദി അത് സത്ലജ് ആണ്. നമ്മുടെ ഭക്രാനങ്കൽ സ്ഥിതി ചെയ്യുന്ന അല്ലെ, ഭക്രാനങ്കൽ സ്ഥിതി ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു സത്ലജിലാന്ന് പറഞ്ഞു. ഈ സത്ലജിൽ നിന്നാണ് ഇന്ദിരാഗാന്ധി കനാലിലേക്ക് വെള്ളം കൊണ്ടുവരുന്നത്. ഓക്കെ, കിട്ടിയോ? ഓക്കെ ആണല്ലോ. അപ്പോൾ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഹിരാക്കുഡും ഉയരം കൂടിയത് തെഹിരിയും രണ്ടാമത്തെ ഉയരം കൂടിയത് ഭക്രാനങ്കലുമാണ്. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് എന്നാണ്? ഗാന്ധിജി ആദ്യമായിട്ട് കേരളം സന്ദർശിക്കുന്നത് എന്നാണ്? ഏത് വർഷമാണെന്ന് അറിയാമോ? 1920 കേട്ടോ. 1920 ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിക്കുന്നത്. ഗാന്ധി ടോട്ടലായിട്ട് എത്ര പ്രാവശ്യം വന്ന്? 5 പ്രാവശ്യം വന്നിട്ടുണ്ട് അല്ലേ. 5 പ്രാവശ്യമാണ് നമ്മുടെ ഗാന്ധിജി കേരളം സന്ദർശിച്ചത്. അതിൽ ആദ്യം വന്നത് 1920 ഓർക്കുക. ഓക്കെ അല്ലേ. അപ്പൊ ആ ഗാന്ധിജിയുടെ കേരള സന്ദർശനങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കണം. ഓക്കെ, ആദ്യമായിട്ട് കേരളം സന്ദർശിക്കുന്നത് നമ്മൾ പറഞ്ഞു 1920. എന്തിനു വേണ്ടിയിട്ടാണ്? ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രചരണാർത്ഥം അല്ലെ. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രചരണാർത്ഥം 1920 ഓഗസ്റ്റ് 18 ഗാന്ധിജി ആദ്യമായിട്ട് കേരളത്തിലെത്തുന്നത്. ഓക്കെ, രണ്ടാം സന്ദർശനം എന്ന് പറയുന്നത് നമ്മുടെ വൈക്കം സത്യാഗ്രഹത്തിന് പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ട് 1925 മാർച്ച് 8 അല്ലേ, രണ്ടാമത്തെ സന്ദർശനം. ഓക്കെ, മൂന്നാം സന്ദർശനം 1927 ഒക്ടോബർ 9 തെക്കേ ഇന്ത്യൻ പര്യടനത്തിന്റെ ഭാഗമായിട്ടാണ് മൂന്നാമതായിട്ട് കേരളത്തിൽ ഗാന്ധിജി എത്തുന്നത്. എന്നായിരുന്നു? 1927 ഒക്ടോബർ 9. ഓക്കെ, നാലാമതായിട്ട് വരുന്നത് ഹരിജൻ ഫണ്ട് ശേഖരണാർത്ഥമാണ് അല്ലെ. 1934 ജനുവരി 10 നാലാമതായിട്ട് വരുന്നത്. 1934 ജനുവരി 10. അഞ്ചാമതായിട്ട് വരുന്നതോ ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ പശ്ചാത്തലത്തിലാണ്. വർഷം 1937 ജനുവരി 13. ഓക്കെ, 1937 ജനുവരി 13 അവസാനമായിട്ട് ഗാന്ധിജി കേരളം സന്ദർശിക്കുന്നത്. ഓക്കെ അല്ലേ. ഒന്നുകൂടെ പറയാം. ആദ്യം സന്ദർശിക്കുന്നത് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രചരണാർത്ഥം 1920 ഓഗസ്റ്റ് 18. രണ്ടാമതായിട്ട് വൈക്കം സത്യാഗ്രഹത്തിന് പരിഹാരം കാണാൻ വേണ്ടിയിട്ട് 1925 മാർച്ച് 8. മൂന്നാമതായിട്ട് വരുന്നത് 1927 തെക്കേ ഇന്ത്യൻ പര്യടനത്തിന്റെ ഭാഗമായിട്ട് വരുന്നു. നാലാമതായിട്ട് വരുന്നത് ഹരിജൻ ഫണ്ട് ശേഖരണാർത്ഥം 1934 ജനുവരി 10. അഞ്ചാം സന്ദർശനം എന്നായിരുന്നു? ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ പശ്ചാത്തലത്തിൽ 1937 ജനുവരി 13. കിട്ടിയല്ലോ. ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെയും റാണി ലക്ഷ്മിഭായിയെയും കാണുന്നുണ്ട്. അത് ഏത് കേരള സന്ദർശനത്തിലാണെന്നറിയാമോ? എത്രാമത്തെ സന്ദർശനത്തിലാണ്? രണ്ടാം കേരള സന്ദർശനത്തിലാണ് അല്ലെ. രണ്ടാം കേരള സന്ദർശനം എന്ന് പറയുന്നത് വർഷം എത്രയാണ്? 1925 അല്ലെ. ആ സമയത്താണ് ഗാന്ധിജി ആരെയൊക്കെ കാണുന്നത്? ശ്രീനാരായണ ഗുരുവിനെയും റാണി ലക്ഷ്മിഭായിയെയും കണ്ടുമുട്ടുന്നത്. ഓക്കെ,
ഗാന്ധിജിയുടെ കേരള സന്ദർശന സമയത്ത് ഹരിജനങ്ങളുടെ ഉയർച്ചയ്ക്കായിട്ട് സ്വർണ്ണാഭരണങ്ങൾ മുഴുവൻ ഊരി നൽകിയൊരു ആളുണ്ട് അല്ലേ, ഒരു ലേഡിയുണ്ട്. അതാരാണ്? അത് ടീച്ചറാണ്, കൗമുദി ടീച്ചർ എന്ന് പറയും. ഓക്കെ, ഗാന്ധിജിയുടെ കേരള സന്ദർശന സമയത്ത് ഹരിജനങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് തൻ്റെ സ്വർണ്ണാഭരണങ്ങൾ മുഴുവൻ ഊരി നൽകിയത് കൗമുദി ടീച്ചറാണ്. ഒരു തീർത്ഥാടനം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയായിരുന്നു? ഒരു തീർത്ഥാടനം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് 5ാം കേരള സന്ദർശനത്തെയാണ്. അദ്ദേഹത്തിന്റെ ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ പശ്ചാത്തലത്തിൽ വന്ന 5ാം സന്ദർശനത്തെയാണ് ഗാന്ധിജി എന്തെന്ന് പറഞ്ഞത്? ഒരു തീർത്ഥാടനം എന്ന് വിശേഷിപ്പിച്ചത്. ഓക്കെ അല്ലേ? ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണേ. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാ? ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് കെ2 അല്ലെങ്കിൽ ഗോൾഡ്വിൻ ഓസ്റ്റിൻ അല്ലേ. മൗണ്ട് കെ2 അല്ലെങ്കിൽ ഗോൾഡ്വിൻ ഓസ്റ്റിൻ ആണ്, രണ്ടും ഒന്നാണ്. അതിൻ്റെ എത്രയാണ് അതിൻ്റെ ഉയരം എന്ന് പറയുന്നത്? 8611 മീറ്റർ ആണ്. പഠിക്കണേ, ഗോൾഡ്വിൻ ഓസ്റ്റിൻ്റെ ഉയരം എന്ന് പറയുന്നത് 8611 മീറ്റർ ആണ്. ഓക്കെ, എടാ ചോഗോറി എന്നൊരു പേരും കൂടി ഇതിനുണ്ട്. ചോഗോറി എന്നറിയപ്പെടുന്നതും മൗണ്ട് കെ2 ആണ്. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഉയരം കൂടിയ കൊടുമുടി ഏതാ? അത് കാഞ്ചൻജംഗയാണ് അല്ലേ. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നത് കാഞ്ചൻജംഗയാണ്. അതിൽ രണ്ടാമത്തെ എന്ന് ചോദിച്ചാലോ? പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന രണ്ടാമത്തെ ഉയരം കൂടിയ പർവ്വതം നന്ദാദേവിയാണ്. 7816 മീറ്റർ ഉയരമുള്ള നന്ദാദേവിയാണ് പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന രണ്ടാമത്തെ ഉയരം കൂടിയ പർവ്വതം. ഓക്കെ, ലോകത്തിലെ ഉയരമുള്ള കൊടുമുടി ഏതാ? നമ്മൾ പറഞ്ഞു ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ളത് ഗോൾഡ്വിൻ ഓസ്റ്റിൻ ആണെന്ന് പറഞ്ഞു. എന്നാൽ ലോകത്തിലെ വെച്ച് നോക്കുമ്പോൾ ഏതാണ്? നമുക്കറിയാം, എവറസ്റ്റ് ആണ് അല്ലേ. 8848.86 മീറ്റർ ആണ് അതിൻ്റെ ഉയരം എന്നൊക്കെ അറിയാം നമുക്ക്. എവിടെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്? എവറസ്റ്റ് നേപ്പാളിലാണ് അല്ലേ. നേപ്പാളിൽ എന്തെന്ന് ഇത് അറിയപ്പെടുന്നത്? സാഗർ മാത എന്ന പേരിലാണ്. നേപ്പാളിൽ എവറസ്റ്റ് അറിയപ്പെടുന്ന പേരെന്താണ്? സാഗർ മാത എന്ന പേരിലാണ്. ഓക്കെ അല്ലേ? കിട്ടിയല്ലോ. എല്ലാം അറിയാവുന്ന ഫാക്ട്സ് തന്നെയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എടാ, ലക്ഷദ്വീപിന്റെ ആസ്ഥാനം ഏതാണ്? ലക്ഷദ്വീപിന്റെ ആസ്ഥാനം അറിയാമോ? ഏതാണ്? കവരത്തിയാണ് അല്ലേ. ലക്ഷദ്വീപിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് കവരത്തിയാണ്. അപ്പോൾ ലക്ഷദ്വീപിൽ ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള ദ്വീപ് ഏതാ? ലക്ഷദ്വീപിൽ ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ളത് കവരത്തി അല്ലേ. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ചോദിച്ചാലും അത് ഏതാണ്? ലക്ഷദ്വീപാണ് അല്ലേ. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപാണ്. ലക്ഷദ്വീപിലെ പ്രധാന ഭാഷകൾ ഏതൊക്കെയാണ്? നമുക്ക് ഒരു കാര്യം അറിയാം, മലയാളം ഉണ്ട് ലക്ഷദ്വീപിൽ, അല്ലാതെ വേറെ ഭാഷകളുണ്ട്. ഏതൊക്കെയത്? മഹൽ, ജസ്രി. എന്താണ്? മഹൽ, ജസ്രി, മലയാളം. ഇത് 3 ലക്ഷദ്വീപിലെ പ്രധാനപ്പെട്ട ഭാഷകളാണ് കേട്ടോ. മഹൽ, ജസ്രി, മലയാളം. അങ്ങനെയാണെങ്കിൽ ലക്ഷദ്വീപിനെ പൂർണ്ണമായും വേർതിരിക്കുന്ന സമുദ്രഭാഗം ഏതാടാ? ലക്ഷദ്വീപിനെ പൂർണ്ണമായിട്ടും വേർതിരിക്കുന്ന സമുദ്രഭാഗം ഏതാണ്? 11 ഡിഗ്രി ചാനലാണ് അല്ലേ. 11 ഡിഗ്രി ചാനലാണ്. മലയാളം ഔദ്യോഗിക ഭാഷയായിട്ടുള്ള കേന്ദ്രഭരണ പ്രദേശം ചോദിച്ചാലും ഏത് പറയണം? ലക്ഷദ്വീപ് പറയണം. മലയാളം ഔദ്യോഗിക ഭാഷയായിട്ടുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് ലക്ഷദ്വീപ്. ഓക്കെ, അതുപോലെ തന്നെ ഏറ്റവും കുറച്ച് വോട്ടർമാരുള്ള അല്ലെങ്കിൽ പട്ടികജാതിക്കാർ ഏറ്റവും കുറവുള്ള കേന്ദ്രഭരണ പ്രദേശമാണ്. എന്താണ്? ഏറ്റവും കുറച്ച് വോട്ടർമാരുണ്ട്, അതുപോലെ പട്ടികജാതിക്കാർ ഏറ്റവും കുറവുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് ലക്ഷദ്വീപ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ കേരള ഹൈക്കോടതിയുടെ അധികാര പരിധിയിലുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് ലക്ഷദ്വീപ്. കേരള ഹൈക്കോടതിയുടെ അധികാര പരിധിയിലുള്ള കേന്ദ്രഭരണ പ്രദേശം എന്നറിയപ്പെടുന്നത് ലക്ഷദ്വീപാണ്. ഓർത്തിരിക്കുമല്ലോ. ഓക്കെ, വലിയ പാടൊന്നുമില്ല, നമുക്ക് അറിയാവുന്ന ഫാക്ട്സ് ഒക്കെ തന്നെയാണ് അല്ലേ. പുതിയതായിട്ടൊന്നും ഇല്ല അവിടെ. അടുത്തതിലേക്ക് പോകാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യന്, ഇന്ത്യയിലെ ഏറ്റവും വലിയ പരുത്തിത്തുണി ഉൽപാദന കേന്ദ്രം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ പരുത്തിത്തുണി ഉൽപാദന കേന്ദ്രം പറഞ്ഞേടാ, ഏതാണ്? അത് മുംബൈ ആണ് അല്ലേ. മുംബൈ ആണ് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പരുത്തിത്തുണി ഉൽപാദന കേന്ദ്രം എന്നറിയപ്പെടുന്നത് മുംബൈ ആണ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ ആധുനിക രീതിയിൽ ആദ്യത്തെ തുണിമില്ല് സ്ഥാപിതമായത് എവിടെയാ? ഇന്ത്യയിൽ ആധുനിക രീതിയിൽ ആദ്യത്തെ തുണിമില്ല് സ്ഥാപിതമാകുന്നത് മുംബൈയിലാണ്. വർഷം ഓർമ്മയുണ്ടോ? 1854 1854 ഇന്ത്യയിൽ ആധുനിക രീതിയിൽ തുണിമില്ല് സ്ഥാപിതമാകുന്നത് മുംബൈയിൽ. ഓക്കെ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങൾ ഗുജറാത്തും മഹാരാഷ്ട്രയുമാണ്. ഗുജറാത്ത് ആൻഡ് മഹാരാഷ്ട്ര. ഓക്കെ, ഏറ്റവും കൂടുതൽ പരുത്തി കയറ്റുമതി ചെയ്യുന്ന ഇന്ത്യൻ തുറമുഖം ഏതാ? അതും മുംബൈ ആണ്. ഏറ്റവും കൂടുതൽ പരുത്തി കയറ്റുമതി ചെയ്യുന്ന തുറമുഖം ചോദിച്ചാലും മുംബൈ ആണ്. എന്നാൽ ഏറ്റവും കൂടുതൽ തുണിത്തരങ്ങൾ കയറ്റുമതി ചെയ്യുന്ന തുറമുഖം ഏതാ? അത് കാൺലയാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ തുണിത്തരങ്ങൾ കയറ്റുമതി ചെയ്യുന്നത് കാൺലയും പരുത്തി കയറ്റുമതി ചെയ്യുന്നത് മുംബൈയുമാണ്. മാറിപ്പോവരുത്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കോട്ടൺ മില്ലുകളുള്ള സംസ്ഥാനം ഏതാന്ന് പറയാമോ? ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കോട്ടൺ മില്ലുകളുള്ള സംസ്ഥാനം അത് മഹാരാഷ്ട്രയാണ്.
ഇന്ത്യയിലെ ഏറ്റവും കോട്ടൺ മില്ലുകളുള്ള സംസ്ഥാനം ഏതാണ്? അത് മഹാരാഷ്ട്രയാണ്. ഓക്കെ അല്ലേ? ഇത്രയും ഓക്കെ അല്ലേ? അപ്പോൾ ഇന്ത്യയിലെ ആധുനിക രീതിയിൽ ആദ്യത്തെ തുണിമില്ല് മുംബൈയിൽ സ്ഥാപിതമാവുന്നു 1854. ഓർത്ത് വെച്ചേക്കണേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ബൊക്കാറോ ഇരുമ്പുരുക്ക് ശാല ഏത് രാജ്യത്തിന്റെ സഹായത്തോടെയാണ് ഇന്ത്യയിൽ ആരംഭിച്ചത്? ബൊക്കാറോ ഇരുമ്പുരുക്ക് ശാല ഏത് രാജ്യത്തിന്റെ സഹായത്തോടെയാണ് ഇന്ത്യയിൽ ആരംഭിച്ചത്? പറയാവോ? സോവിയറ്റ് യൂണിയൻ ആണ് അല്ലേ? അതായത് റഷ്യയുടെ സഹായത്താലാണ് എന്ത് വരുന്നത്? ബൊക്കാറോ ഇരുമ്പുരുക്ക് ശാല. ഇരുമ്പുരുക്ക് ശാലകളൊക്കെ ഇമ്പോർട്ടന്റ് ആണ്, നോക്കിയിട്ട് പോണേ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് നിർമ്മാണശാല ചോദിച്ചാലും ബൊക്കാറോയാണ് അല്ലേ? ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് നിർമ്മാണശാലയാണ് ബൊക്കാറോ. ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇരുമ്പുരുക്ക് ശാലയ്ക്ക് തുടക്കം കുറിച്ചതെന്ന് അറിയാമോ? 3-ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. 3-ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് തുടക്കം കുറിച്ച ഇരുമ്പുരുക്ക് ശാല ഏതാന്ന് ചോദിച്ചാൽ പറയണം, അത് ബൊക്കാറോയാണ്. ഓക്കെ, ഇന്ത്യയിലെ പൊതുമേഖലാ ഇരുമ്പുരുക്ക് നിർമ്മാണശാലകളെ നിയന്ത്രിക്കുന്ന സ്ഥാപനം ഏതാണ്? ഇന്ത്യയിലെ പൊതുമേഖലാ ഇരുമ്പുരുക്ക് നിർമ്മാണശാലകളെ നിയന്ത്രിക്കുന്നത് സെയിൽ ആണല്ലേ? അതായത് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ്. സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ് പൊതുമേഖലാ ഇരുമ്പുരുക്ക് നിർമ്മാണശാലകളെയൊക്കെ നിയന്ത്രിക്കുന്നത്. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ ആധുനിക ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ്? ആദ്യത്തെ ആധുനിക ഇരുമ്പുരുക്ക് വ്യവസായശാല അത് ടിസ്കോയാണ്. ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയാണ്. ടിസ്കോയാണ് ആദ്യത്തെ ആധുനിക ഇരുമ്പുരുക്ക് വ്യവസായശാല. ഏത് വർഷമാണ് ടിസ്കോ വന്നത്? 1907. വർഷം ഓർത്ത് വെച്ചേക്കണം കേട്ടോ. 1907 ടിസ്കോ വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സുവർണരേഖ നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് അല്ലേ? സുവർണരേഖ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഇരുമ്പുരുക്ക് ശാല ഏതാന്നൊക്കെ ചോദിക്കും. അതേതാണ്? ഈ ടിസ്കോയാണ്. ജംഷഡ്പൂരിലാണെന്ന് ഓർക്കുക. ടിസ്കോ എവിടെയാണ്? ജംഷഡ്പൂരിലാണ്. സുവർണരേഖ നദിയുടെ തീരത്താണ്. ഓക്കെ, സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ സ്റ്റീൽ പ്ലാന്റ് ചോദിച്ചാലും ടിസ്കോ തന്നെയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ആധുനിക ഇരുമ്പുരുക്ക് വ്യവസായശാല എന്നോ സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് സ്റ്റീൽ പ്ലാന്റ് എന്നോ ചോദിച്ചാലും ഏതാണ്? അത് ടിസ്കോയാണ്. അതുപോലെ വിശ്വേശ്വരയ്യ ഇരുമ്പുരുക്ക് ശാല എവിടെയാ? കർണാടകയിലാണ് അല്ലേ? വിശ്വേശ്വരയ്യ ഇരുമ്പുരുക്ക് ശാല സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണ്. അപ്പൊ ഇത്രയൊന്ന് ഓർത്ത് വെച്ചേക്കണേ. അപ്പോൾ ബൊക്കാറോ ഇരുമ്പുരുക്ക് ശാല ഏത് രാജ്യത്തിന്റെ സഹായത്തോടെയാണ് ഇന്ത്യയിൽ ആരംഭിച്ചതെന്ന് ചോദിച്ചാൽ അത് റഷ്യയുടെ സഹായത്തോടെയാണ്. ഓക്കെ.